അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട്. അതായത് 2026 കേരളത്തിൽ BJP അധികാരത്തിൽ വരും എന്ന്. ഈ അഭിപ്രായത്തെക്കുറിച്ച് കേരളത്തിലെ പ്രബലമായിട്ടുള്ള 2 മുന്നണികളും ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ തൊടുന്നതിനെല്ലാം 40 വട്ടം പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന MV ഗോവിന്ദനും VD സതീശനും ഒന്നും ഒരക്ഷരം പറയാത്തത് എന്തുകൊണ്ട്? ആ നിശബ്ദതയിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, അയ്യപ്പ സംഗമത്തിന്റെ പേരിലൊക്കെ MV ഗോവിന്ദൻ നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഭക്തരോടൊപ്പമാണ്, ഭക്തരോടൊപ്പമാണ്. എന്നാൽ ഈ അമിത്ഷാ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒന്നുമേ പറഞ്ഞിട്ടില്ല. ഇത് കെ സുരേന്ദ്രൻ ആയിരുന്നു പറഞ്ഞിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു പറഞ്ഞിരുന്നു എങ്കിൽ അവരെ ഇപ്പോൾ ഏറിലാക്കുമായിരുന്നു. അത്തരത്തിൽ അവരെ ട്രോളി എല്ലാ വഴിക്കൂടെയും അവരെ ഏതെല്ലാം തരത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കാമോ അത്തരത്തിലൊക്കെ ആക്കുമായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രൻ പറഞ്ഞല്ലോ, 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരണം പിടിക്കും എന്നുള്ളത്. അത് ഏത് അടിസ്ഥാനത്തിലാണെന്ന് തലങ്ങും വിലങ്ങും കണക്ക് കൂട്ടി നോക്കിയിട്ടും ഗണിതശാസ്ത്രത്തിലെ പ്രഗത്ഭന്മാര് നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം പിന്നെ അത്തരത്തിലുള്ള കണക്കോ കാര്യങ്ങളോ ഒന്നും സുരേന്ദ്രൻ പറയാറില്ല. പക്ഷെ അമിത്ഷായുടെ ഈ പ്രഖ്യാപനത്തിനകത്ത് ആ വരികൾക്കിടയിൽ പലതും വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ അമിത്ഷായുടെ പ്രഖ്യാപനത്തിൽ ലീഗ് ഒരു അന്താളിപ്പ് കാണിച്ചിട്ടുണ്ട്. ലീഗിന് അക്കാര്യത്തിൽ ഒരു അല്പം ഭയവും ഉണ്ടെന്നുള്ളതാണ്. ലീഗിന്റെ പ്രതീക്ഷ എന്താണ്? 2026 UDF അധികാരത്തിൽ വരും. അങ്ങനെ പ്രതീക്ഷിക്കുന്നവർ ധാരാളമുണ്ട്. കാരണം തുടർച്ചയായ 2 വട്ടം പിണറായി വിജയൻ ഭരിച്ച് കേരളത്തെ ഒരു പരുവത്തിലെത്തിച്ചു എന്ന് കണക്ക് കൂട്ടുന്നവർ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് UDF അധികാരത്തിൽ വരും എന്ന് കണക്ക് കൂട്ടുന്നു. അവരാരും തന്നെ BJP കേരളത്തിൽ ഉണ്ടാക്കുന്ന സ്പേസും BJP പിടിക്കാൻ പോകുന്ന മണ്ഡലങ്ങളും ഇതൊക്കെ UDFന് നഷ്ടമുണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. അതാണ് പ്രശ്നം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് UDFൽ പ്രബലരായിട്ടുള്ള ഒരു ഘടകകക്ഷിയാണ്. അവർക്ക് എത്ര സീറ്റ് കൊടുക്കുന്നുവോ അത്രയും സീറ്റ് അവർ വിജയിപ്പിച്ചെടുക്കാനുള്ള കഠിനാധ്വാനം നടത്തും. അവരുടെ പാർട്ടിക്കകത്ത് വിഭാഗീയതയൊന്നും അങ്ങനെ തലപൊക്കത്തില്ല. ഒരു തരത്തിലുള്ള ഗ്രൂപ്പിസോ അവർ അനുവദിക്കത്തില്ല. അവരൊരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ കൂടെ ഈ മറ്റ് പലരും മതതീവ്രവാദമാണ് എന്ന് പറയുന്നവരോടൊപ്പം കുടക്കീഴിൽ ചേർന്നിട്ടുണ്ട്. ജമായത്തെ ഇസ്ലാമി, SDPI, പോപ്പുലർ ഫ്രണ്ട്, പിന്നെ വെൽഫെയർ പാർട്ടി, ഇതെല്ലാം ഇവരോടൊപ്പം ചേർന്നിരിക്കുകയാണ്. മുസ്ലിം സമുദായം ഒന്നടങ്കം ഒന്നിച്ചു നിൽക്കുകയാണ്. അതെന്തുകൊണ്ട് നിൽക്കുന്നു വെച്ചാൽ ഇപ്പൊ UDFൽ 27 സീറ്റ് ഇവർക്ക് കൊടുക്കും. അതിൽ പോയ തവണ ഈ 19 സീറ്റ് അവർ നേടിയവരാണ്. കോൺഗ്രസിന് കൊടുത്ത സീറ്റിൽ എത്ര നേടും അത് മനസ്സിലാക്ക. മുസ്ലിം ലീഗിന്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ സുരക്ഷിത മണ്ഡലങ്ങളാണ്. അവിടങ്ങളിൽ അവരുടെ മണ്ഡലത്തിൽ പോയി അവരോട് അത് എക്സ്ചേഞ്ച് ചെയ്ത് ചോദിച്ച ആ മണ്ഡലത്തിൽ മത്സരിക്കാനാണ് കോൺഗ്രസിലെ ചിലരുടെ താല്പര്യം തന്നെ. മലബാർ ഭാഗത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ജയിക്കുന്നത് ആരുടെ വോട്ട് കൊണ്ടാണ്? മുസ്ലിം ലീഗിന്റെ വോട്ട് കൊണ്ടാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ള മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടി ശക്തമാണ് എന്നും അവരധികാരത്തിൽ വരാനായിട്ട് എല്ലാ തരത്തിലുള്ള ശ്രമവും നടത്തും. നിലമ്പൂരിലെ അധ്വാനം ആരുടേതായിരുന്നു? മുസ്ലിം ലീഗിൻ്റെതാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ അധ്വാനമാണ്. എന്തുകൊണ്ട് അവർ അത്രത്തോളം അധ്വാനിച്ചു എന്ന് ചോദിച്ചാൽ ആര്യാടൻ ഷൗക്കത്തിനെ ജയിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ല, മറിച്ച് UDFന്റെ ഒരു തരംഗമാണ് ഇനി കേരളത്തിൽ ഉള്ളത് എന്ന് കേരളത്തിലെ മറ്റു 139 മണ്ഡലങ്ങളിലെ വോട്ടർമാരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്.
അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി അത്രത്തോളം ആ ഭഗീരഥ പ്രയത്നം തന്നെ നടത്തിയതും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ അമിത്ഷാ പറഞ്ഞിട്ടുള്ള ആ പ്രഖ്യാപനം കഴിഞ്ഞിട്ട് 1 മാസത്തിൽ കൂടുതലായി. പക്ഷെ അത് അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. അത്തരത്തിലാണ് കേരളത്തിൽ BJP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യം പഞ്ചായത്ത് പിടിക്കുക, വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തുക. ഒരു നിയമസഭാ മണ്ഡലത്തിൽ എത്ര പഞ്ചായത്തുകളുണ്ട്? ആ പഞ്ചായത്തുകളിലെല്ലാം BJPയുടെ ഏത് സ്ഥാനാർത്ഥിയാണ് ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്, ആ സ്ഥാനാർത്ഥി മുഴുവൻ സമയം പ്രവർത്തിക്കുക. പഞ്ചായത്തുകളുടെ പ്രശ്നം, ഓരോ പഞ്ചായത്തിലുമുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുക. ഓരോ പഞ്ചായത്തിനും ഓരോ പ്രകടന പത്രിക തയ്യാറാക്കുക. ഇത്തരത്തിലുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളിൽ ലീഗിനെ അത്ഭുതപ്പെടുത്തുകയാണ്. അവരപ്പോൾ അമിത്ഷായുടെ ആ പ്രഖ്യാപനവും ഒക്കെ കൂട്ടി വായിക്കും. പഞ്ചായത്ത് തലത്തിൽ തന്നെ ഇവർ കടന്നുകയറ്റമുണ്ടായി നിയമസഭയിലേക്ക് വരുമ്പോൾ ലീഗിന്റെ 3ാം തവണയും പ്രതീക്ഷ അസ്തമിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? 2026 UDFന് കേരളത്തിൽ ഭരണമില്ല. കോൺഗ്രസുകാർ പിന്നെ ഇങ്ങനെ അങ്ങ് കിടന്നോളും. ഘടകകക്ഷികൾ നിരവധിയുണ്ട്, അവര് വഴി തേടും. ഭരണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പല ഘടകകക്ഷികളും, പ്രത്യേകിച്ച് ഒറ്റയാൾ പട്ടാളങ്ങളായിട്ടുള്ളവർ, കാരണം എന്തായാലും LDF അധികാരത്തിൽ വരികയാണെങ്കിലും വൻ ഭൂരിപക്ഷത്തിലേക്ക് പോകത്തില്ല, അത് ഉറപ്പായിട്ട് പറയാം. മറ്റ് ഘടകകക്ഷികളുടെയൊക്കെ പിന്തുണ തേടാനുള്ള സാധ്യതയുമുണ്ട്. അത് LDF ആണോ ഇനി അതോ BJPയുമായിട്ടുള്ള, BJPയുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് അവരുടെ 20 സീറ്റുകളാണ് അവർ നോട്ടമിട്ടിരിക്കുന്നത്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്ത് വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പില് 9 ഇടങ്ങളിൽ 2ാമത്. 1ാം സ്ഥാനവുമായിട്ട് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ആ 9 കൂടി 1ാം സ്ഥാനത്തെത്താം. അങ്ങനെ 20 മണ്ഡലങ്ങൾ A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് BJP കണ്ടിരിക്കുകയാണ്. ഘടകകക്ഷികളെ പലരെയും ഇവർ കൂട്ടുകെട്ടിൽ കൊണ്ടുവരും. BJPയിലേക്ക് ഒരുപക്ഷെ വല ഒഴുക്കുമുണ്ടാകും. കേരളത്തിൽ NDA മുന്നണി വിപുലീകരണം നടക്കും. അമിത്ഷാ പറഞ്ഞ പ്രഖ്യാപനം കൂട്ടി വായിക്കണം. ലീഗിന് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏത് തരത്തിലാണ് ലീഗ് ചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26-ൽ ഏത് തരത്തിൽ അധികാരത്തിൽ വരണം എന്നുള്ള രീതിയിലാണ്. കാരണം കോൺഗ്രസിനെ ഏത് തരത്തിൽ തകർത്തെറിയാമെന്നുള്ളതാണ് LDF നോക്കിക്കൊണ്ടിരിക്കുന്നത്. BJPയുടെയും നോട്ടം അത് തന്നെയാണ്, കോൺഗ്രസിനെ ഇവിടെ തീർക്കുക. LDFന്റെ ഭരണം അഥവാ വന്നാൽ പോലും നമുക്കറിയാം BJP അങ്ങനെ തന്നെ നിർത്തും. പക്ഷെ 31-ൽ ഉറപ്പാണ്. പക്ഷെ 2026-ൽ വരുന്നതിന് ലീഗ് ഏത് തരത്തിൽ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ലീഗിനും ഇനി ചുവടുമാറ്റത്തിലേക്ക് സാധ്യതയുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.